in-house expert Pradeep Chandrasekharan സാറിനെ നമുക്ക് ഷോയിലേക്ക് വെൽക്കം സർ ചെയ്യാം. വെൽക്കം സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മൻസുനി, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കൻ വിപണിയിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നാൽ എൻവിഡിയുടെ റിസൾട്ട് നാസ്ഡാക്ക് സൂചികയെ വീണ്ടും ഒരു റെക്കോർഡിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ അമേരിക്കൻ വിപണിയിലെ പ്രധാന സൂചിയെക്കുറിച്ചുള്ള വ്യൂസ് എന്തൊക്കെയാണ്? മൻസുനി, ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ലാസ്റ്റ് വീക്ക് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഇസ് ജസ്റ്റ് ബിലോ 39,100. സോ ഡൗ ജോൺസ് ഇൻഡെക്സ് എനിക്ക് തോന്നുന്നില്ല ഈ ലെവലിൽ നിന്ന് മാക്സിമം ഒരു 300 മുതൽ 400 പോയിന്റും കൂടെ കറക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബട്ട് കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് അമേരിക്കൻ വിപണിയിൽ ലോങ് പൊസിഷൻസ് എടുത്തു തുടങ്ങാം. ഒത്തിരി സ്റ്റോക്സിൽ വീണ്ടും നല്ല അട്രാക്റ്റീവ് വാല്യുവേഷൻ ലെവൽസിലോട്ട് വന്നിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വ്യാഴാഴ്ച നമ്മൾ കനത്ത ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടെങ്കിലും തിരിച്ച് വെള്ളിയാഴ്ച നല്ലൊരു റിക്കവറിയാണ് നടത്തിയത്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് വിൽ ബി 19,000 പോയിന്റ്സ്. ഓക്കെ സർ. സർ, അതിൻ്റെ ഒപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ RBIയുടെ ഒരു ഡിവിഡൻഡ് ഇന്ത്യൻ റുപ്പിക്ക് ഒരു കരുത്ത് നൽകുകയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വളരെ ബിയറിഷ് ആയിട്ട് തന്നെ തുടരുകയാണ്. സോ ഇന്ത്യൻ രൂപയിലും അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലും ഉള്ള സാറിൻ്റെ വ്യൂസ് എന്താണ്? ഇന്ത്യൻ റുപ്പി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയുടെ റെക്കോർഡ് ഓൾ ടൈം ലോ അഗേൻസ്റ്റ് ദ അമേരിക്കൻ ഡോളർ 83 രൂപ 73 പൈസ ആയിരുന്നു. ഇത് നമുക്ക് കാണാൻ സാധിച്ചത് ഏപ്രിൽ 17 ആയിരുന്നു. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്ന വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് ഒരു 83 രൂപ വരെ ഇന്ത്യൻ റുപ്പി അപ്രിഷിയേറ്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ റുപ്പിക്ക് ഇനിയുള്ള മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 82 രൂപ 90 പൈസ, അതിനെ തുടർന്ന് 82 രൂപ 80 പൈസ. ഈ രണ്ട് ലെവൽസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മൈ എക്സ്പെക്ടേഷൻ ഇന്ത്യൻ റുപ്പി കറന്റ് ലെവൽസിൽ നിന്നും കാര്യമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും WTI ക്രൂഡ് നോക്കുമ്പോഴേക്കും WTI ക്രൂഡിന് 76 രൂപയിൽ അഗെയിൻ വീണ്ടും ഒരു സപ്പോർട്ട് ഫോം ചെയ്ത് വരുന്നുണ്ട്. ബട്ട് WTI ക്രൂഡ് $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സോ ക്രൂഡ് ഓയിലിന്റെ വില ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ബിറ്റ്വീൻ 80 and 76 ആൻഡ് ഇന്ത്യൻ റുപ്പി ഇതേപോലെ തന്നെ വീണ്ടും സ്ട്രെങ്ത് കാണിക്കാൻ പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ബിൽ ഡെഫിനറ്റ്ലി അത് വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. ആൻഡ് അത് സാധിക്കുന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ലെവൽസ് തീർച്ചയായിട്ടും വരും മാസങ്ങളിൽ കുറയുന്ന ഒരു സ്ഥിതിയിലോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ സർ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഗോൾഡിലേക്ക് കൂടി സാറിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറേ നാളായിട്ട് ഗോൾഡിൽ നമുക്കൊരു അപ്സൈഡ് റാലി കാണുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഈ ഒരു ഗോൾഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഒരു ചെറിയ കൺസോളിഡേഷന് ശേഷം ഗോൾഡ് വീണ്ടും റീബൗണ്ട് ചെയ്യും എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? സ്വർണത്തിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് നമ്മൾ ഈ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 2280 രൂപ ഡോളർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ബട്ട് കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും സ്വർണത്തിൽ കാണുന്നില്ല. ഓക്കെ സർ. അപ്പോൾ ആഗോള വിപണിയും കമോഡിറ്റികളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുക നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയെ തന്നെയാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ ബുൾസ് വളരെയധികം ശക്തി ആർജിച്ചുകൊണ്ട് 23,000 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ മറികടക്കാൻ നിഫ്റ്റി സൂചിക്ക് സാധിച്ചിരുന്നു. എങ്കിലും ആ ഒരു ലെവൽ നിലനിർത്താൻ സാധിക്കാതെ അതിന് തൊട്ട് താഴെയായിട്ടാണ് നിഫ്റ്റി സൂചിക ക്ലോസിംഗ് നടത്തിയത്. സോ ഈ ഒരാഴ്ചയിൽ താങ്കളുടെ നിഫ്റ്റിയിലുള്ള വ്യൂസും താങ്കൾ വാച്ച് ചെയ്യുന്ന നിഫ്റ്റിയിലെ ലെവൽസും ഏതൊക്കെയാണ്? നിഫ്റ്റിയുടെ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. നിഫ്റ്റി 50യുടെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 23,150, അതിനെ തുടർന്ന് 23,350. മൈ എക്സ്പെക്ടേഷൻ ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ നിഫ്റ്റി 50 definitely is going to hit these levels. Only point is that കഴിഞ്ഞ
8-9 സെഷൻസ് ആയിട്ട് തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം നൽകിയിട്ടുണ്ട് നിഫ്റ്റി 50. സോ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരു വിധത്തിലും ലോങ് ടേം ട്രെൻഡിനെ ബാധിക്കാൻ പോകുന്നില്ല. ഓക്കെ സർ, അപ്പോൾ നിഫ്റ്റിയിൽ താങ്കളും വളരെ ബുള്ളിഷ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ നമുക്ക് അടുത്ത് അറിയാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ചയിൽ ചെറിയൊരു വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിച്ചാലും കഴിഞ്ഞ ആഴ്ചയിൽ മികച്ചൊരു ഔട്ട് പെർഫോമൻസ് തന്നെയാണ് ബാങ്കിങ് സൂചിക മുന്നോട്ട് വെച്ചത്. അതിന് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത് HDFC ബാങ്കുമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 49,000 എന്നൊരു മാർക്ക് ബാങ്ക് നിഫ്റ്റിക്ക് മറികടക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ താങ്കളുടെ ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂ എന്താണ്? അതോടൊപ്പം നിക്ഷേപകർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവൽ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഇനി ഒരേ ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ. അതിന്റെ ഓൾ ടൈം ഹൈ ജസ്റ്റ് ബിലോ 50,000 പോയിന്റ്സ്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു HDFC ബാങ്ക്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ HDFC ബാങ്കിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ ആഴ്ച കാണാൻ സാധിച്ചു. ബട്ട് HDFC ബാങ്കിന്റെ കേസിൽ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1560, 1580 ഈ റേഞ്ച് എത്തുമ്പോഴേക്കും അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. മറ്റൊരു മേജർ ബാങ്കിങ് സ്റ്റോക്ക് ഇസ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിന്റെ കേസിലും ഈ ആഴ്ച നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ICICI ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ICICI ബാങ്ക് കഴിഞ്ഞ ആഴ്ച കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ല. ICICI ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1145 രൂപ. ആൻഡ് ഫൈനലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ 845 rupees ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10% ഗെയിൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആക്സിസ് ബാങ്ക് ഒരു പുതിയ സർവകാല ഉയരം കുറിക്കും എന്നാണ് താങ്കൾ പറയുന്നത്. സർ, അതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരാനിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഒരുപാട് നിക്ഷേപർ മൈഫിനിലേക്ക് കൊറികൾ അയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ റിസൾട്ടിനെ മുൻനിർത്തി ഞാൻ ഏത് ഓഹരികൾ വാങ്ങണം, അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡിഫൻസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഓഹരികൾ കുതിക്കില്ലേ എന്നൊരു ചോദ്യം പ്രേക്ഷകർ ഇടയ്ക്കിടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? അതായത് ഇലക്ഷൻ റിസൾട്ടിനെ മുൻനിർത്തി നമ്മൾ ഓഹരികൾ വാങ്ങുന്നത് ഒരു ശരിയായ രീതിയാണോ? അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഏത് ഓഹരികളിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? മാർക്കറ്റിന്റെ കേസിൽ പ്രേക്ഷകരെ ശ്രദ്ധിക്കേണ്ടത് 2 ടൈപ്പ് റിസ്ക് എപ്പോഴും ഉള്ളത്. ആദ്യം നമ്മൾ പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയും. ഈ ഒരു റിസ്ക് മാർക്കറ്റിലുള്ള എല്ലാ സ്റ്റോക്സിനെയും ബാധിക്കാൻ പോകുന്നുണ്ട്. സോ അതിന്റെ ചില എക്സാമ്പിൾസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ 4 വർഷം മുൻപ് നമുക്ക് കോവിഡ് നേരിട്ടപ്പോഴേക്ക് എല്ലാ സ്റ്റോക്സിലും ഇടിവ് കണ്ടു. വേറൊരു എക്സാമ്പിൾ ഇസ് നാച്ചുറലി ദ ഇലക്ഷൻ റിസൾട്ട്. നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇലക്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്റ്റോക്കിലും പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. നമ്മളിപ്പോൾ ഓവറോൾ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ഇൻഡെക്സിന്റെ ട്രെൻഡ് ആയിരിക്കണം നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. ഇൻഡെക്സിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഹാസ് ബീൻ ബുള്ളിഷ്. സോ കഴിഞ്ഞ 4 മാസമായിട്ട് തന്നെ നമുക്ക് ഒത്തിരി ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ലഭിച്ചു. ഇപ്പോൾ സ്പെസിഫിക്കലി ഡിഫൻസ് സ്റ്റോക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡിഫൻസ് സ്റ്റോക്സ് കഴിഞ്ഞ 3 ആഴ്ചക്കിടെ കണ്ടവാനം കയറിപ്പോയി. സോ നമുക്കിപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് എർത്ത് മൂവേഴ്സ് മുതൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് മുതലായ സ്റ്റോക്സിൽ ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഇസ് ടു ഹൈ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റൊരു സെക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അഡാനി സ്റ്റോക്സ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കണ്ടവാനം കയറിപ്പോയി. So this week we should expect some kind of profit taking in Adani. So അങ്ങനെ നമ്മൾ അഡാനി സ്റ്റോക്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സപ്പോർട്ട് ലെവൽസ് ഐഡന്റിഫൈ ചെയ്യുക, ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആകുക, ആൻഡ് നാച്ചുറലി യു ക്യാൻ ഗോ ലോങ് ഇൻ ദാറ്റ്. ബട്ട് സെക്ടർ വൈസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് അഗൈൻ ഇലക്ഷന്റെ അടിസ്ഥാനത്തല്ല, പ്യൂർലി ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് ദ ചാർട്ട്സ്. മൈ എക്സ്പെക്ടേഷൻ 3 സെക്ടേഴ്സ് ഐ എക്സ്പെക്ടഡ് ടു ടേൺ റൗണ്ട്.
ഒന്ന് വന്നിട്ട് പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനി FACT, RCF, നാഷണൽ ഫെർട്ടിലൈസർ, പരാദീപ്, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്. സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിൽ ഒത്തിരി സ്റ്റോക്സിൽ, ഫോർ എക്സാമ്പിൾ ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് പെർഫോം ചെയ്യുന്നുണ്ട്. So we can definitely study the small finance banks. And മൂന്നാമത്തെ sector which has not participated in the rally is software stocks. So Infosys, TCS, HCL Technology, LTTS, LTIM, Birlasoft, KPIT മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്സ് ഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു സർ. കാരണം നിക്ഷേപകർക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് ഒരു പിടി സ്റ്റോക്കുകൾ ലഭിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സർ, അതോടൊപ്പം തന്നെ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ LICനെ കുറിച്ചാണ്. LIC വളരെ ലോ ലെവലിൽ തന്നെ താങ്കൾ പ്രേക്ഷകർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു ഓഹരി തന്നെയായിരുന്നു. LICയുടെ റിസൾട്ടുകൾ ഇന്ന് വരാനിരിക്കുകയാണ്. LICയുടെ ഒരു പാസ്റ്റ് പെർഫോമൻസ് നോക്കിയാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് 195%, പ്രോഫിറ്റ് ഗ്രോത്ത് 800%. അതോടൊപ്പം സ്റ്റാൻഡ് അലോൺ ബേസിസിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആയ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റും 3 അക്കമാണ്. ഏകദേശം 130%-ഓളമാണ് LICയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ LICയിലെ കറന്റ് താങ്കളുടെ വ്യൂ എന്താണ്? താങ്കൾ ഏതൊക്കെ ലെവൽസ് ആണ് LIC ഓഹരിയിൽ വാച്ച് ചെയ്യുന്നത്? LICയുടെ എല്ലാ ട്രെൻഡുകളും ബുള്ളിഷ് ആയിട്ട് എനിക്ക് കാണുന്നത്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലോങ് ടേം സ്റ്റോക്സ്. സോ LICയുടെ കേസിൽ 1080 രൂപ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് ഈ ഒരു റിസൾട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു വോളറ്റിലിറ്റി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 960 രൂപയായിരിക്കാം. സോ 960 മുതൽ 1060, 1080 വിൽ ബി എ ട്രേഡിംഗ് റേഞ്ച്. സർ, അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ചോദിച്ച മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് NMDC ആണ്. NMDC സ്റ്റീലാണ്. NMDCയിൽ നിന്ന് സ്പിൻ ഓഫ് നടത്തി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് NMDC സ്റ്റീൽ കമ്പനി. കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അത്രയൊരു ഹെൽത്തി ഫൈനാൻഷ്യൽസ് അല്ല. തീർച്ചയായിട്ടും ഹെവി ക്യാപിറ്റൽ വരുന്ന എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് കുറച്ച് നാളുകൾ എടുക്കും എന്ന് തന്നെ മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. സോ ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ വ്യൂ എന്താണ്? NMDC സ്റ്റീൽ മൻസൂനി പറഞ്ഞതുപോലെ അതൊരു സ്പിൻ ഓഫ് ചെയ്ത് വന്നൊരു സ്ഥാപനമായിരുന്നു. ബട്ട് NMDC സ്റ്റീലിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിന് 70 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 70 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ സർ, അതോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബർജർ പെയിന്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഇതൊരു ബർജർ പെയിന്റ് സെല്ല് ചെയ്യാനുള്ള ഒരു പോയിന്റിലാണോ നിൽക്കുന്നത് എന്നാണ് ആ പ്രേക്ഷകൻ അറിയേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ബർജർ പെയിന്റിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഇതിലൊരു ബൈയിങ് അവസരം ലോ റിസ്കിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം കണ്ടമാനം ഇത്രയും വലിയൊരു ഇടിവ് വന്നതിനെ തുടർന്ന് കറന്റ് ലെവൽസിൽ സെല്ലിങ്ങും അഡ്വൈസബിൾ അല്ല. നമ്മൾ ബർജർ പെയിന്റ്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏഷ്യൻ പെയിന്റ്സ് അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റഡി ചെയ്യണം. ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിലും വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് 2024 തുടക്കം മുതൽ കാണാൻ സാധിച്ചത്. ബട്ട് ഐ തിങ്ക് ഷോർട്ട് ടേമിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് ടു കം ഇൻ ഏഷ്യൻ പെയിന്റ്സ്. മറ്റൊരു പെയിന്റിംഗ് മേഖലയിൽ വലിയൊരു സ്റ്റോക്ക് അക്സോ നോബൽ. ഈ ഒരു കമ്പനിയാണ് നമ്മുടെ ഡ്യൂലെക്സ് പെയിന്റ്സിന്റെ ഓണർ. ആൻഡ് അക്സോ നോബൽ ഇന്ത്യയുടെ കേസിൽ ഓൾറെഡി നമുക്ക് ആ ടേൺ റൗണ്ട് നടന്നു കഴിഞ്ഞു എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കും. അക്സോ ഇന്ത്യയുടെ കേസിൽ ഷെയർ പ്രൈസസ് അറൌണ്ട് 2600 രൂപ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഈ പെയിന്റ് കമ്പനീസിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻസൂനി നേരത്തെ ഏത് സ്റ്റോക്ക് ഏത് സെക്ടർ ശ്രദ്ധിക്കാമെന്ന് ചോദിച്ചു. ആൻഡ് നമ്മൾ ഇന്ന് ക്രൂഡ് ഓയിലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, നമ്മൾ ഇന്ത്യൻ റുപ്പിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. നാച്ചുറലി ഇന്ത്യൻ റുപ്പി അപ്രിഷിയേറ്റ് ചെയ്യുന്നു, ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും വീക്കൻ ചെയ്യുന്നു.
naturally paint sector and fertilizer sector will definitely positively be impacted by it. വളരെ പോസിറ്റീവ് ഡെവലപ്മെന്റ് ആയിരിക്കും അത്. ഓക്കെ സാർ, തീർച്ചയായിട്ടും ക്രൂഡ് ഇടിയുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്കും അതോടൊപ്പം തന്നെ പെയിൻറ്റ് പോലുള്ള ഓഹരി, പെയിൻറ്റ്, ടയർ പോലുള്ള ഓഹരികൾക്കും വളരെ ബെനിഫിറ്റ് ആകുമെന്ന് താങ്കൾ പറഞ്ഞു. അതിൻ്റെ ഒപ്പം സാർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സുല വൈൻയാർഡ്സിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, ഇന്ത്യയിലെ പ്രീമിയം വൈൻ ബ്രാൻഡ് നടത്തുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ വെറും 5000 കോടിക്ക് താഴെ മാത്രമാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. എങ്കിലും കമ്പനിക്ക് 181 കോടി രൂപയുടെ ഒരു കടബാധ്യതയും നമുക്ക് സ്റ്റാൻഡ് ലോൺ ബേസിസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കമ്പനിക്ക് ഒരു 80% പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് കഴിഞ്ഞൊരു വർഷത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സുല വൈൻയാർഡ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെയറിഷ്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ട് കാണുന്നത്. സോ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്ക് 555 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം short term trend will turn bullish. ഓക്കെ സാർ, അതിൻ്റെ ഒപ്പം തന്നെ ഓട്ടോ സെയിൽസ് ഡാറ്റകൾ പുറത്തു വരാനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ട് ഒരു പ്രേക്ഷക മാരുതി, അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോ തുടങ്ങിയ ഓട്ടോ ഓഹരികളിൽ താങ്കളുടെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു ഇതിൻ്റെ ഒരു ബോട്ടം കാണാൻ സാധിച്ചത്. അവിടെ നിന്നും സ്റ്റോക്ക് പെട്ടെന്ന് ഒരു കുതിപ്പ് നൽകി കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് it has been consolidating between 12,300 and 13,000. So long term and short term trend രണ്ടും തന്നെ bullish ആയി തുടരുന്നു. It is an excellent stock for the long term portfolio. സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 13,000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബജാജ് ഓട്ടോ ട്രെൻഡ് നോക്കുമ്പോഴേക്കും അതൊരു സൈഡ് വേസ് പാറ്റേൺ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ മോട്ടോഴ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 910 രൂപ. ആൻഡ് ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 990 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ സാർ, അതിന് മുന്നോടിയായി താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുന്നോടിയായി ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. റെയിൽ ഓഹരികളിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഇപ്പോഴുള്ളത്? കാരണം നമുക്കറിയാം ഇലക്ഷനെ തുടർന്നും നിക്ഷേപർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് റെയിൽ ഓഹരികൾ. ഒരുപാട് നിക്ഷേപർ വ്യത്യസ്ത റെയിൽ ഓഹരികളുടെ വ്യൂസും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെക്ടറിൽ മൊത്തത്തിലുള്ള താങ്കളുടെ വ്യൂ ഏതാണ്? താങ്കൾ ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ഏതാനും റെയിൽ ഓഹരികൾ ഏതൊക്കെയാണ്? റെയിൽവേ സെഗ്മെന്റ് നോക്കുമ്പോഴേക്കും റെയിൽവേ സെഗ്മെന്റിൽ നമുക്ക് ഏത് റെയിൽവേ സ്റ്റോക്കിൽ വേണമെങ്കിലും ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. കഴിഞ്ഞ 3 സെഷൻസ് നോക്കുമ്പോഴേക്കും ഇർകോൺ പുതിയൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇർകോണിന്റെ കേസിൽ 260 റുപ്പീസ് മേജർ സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. 260 to 280 നമുക്ക് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. IRCTCയുടെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 1080 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. RVNL ആയിരുന്നു റെയിൽവേ സ്റ്റോക്സിൽ ഏറ്റവും മികച്ച നേട്ടം നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ നൽകിയത്. ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ടൈം ഇസ് വെരി മച്ച് ഡ്യൂ. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 320 മുതൽ 330 ഇതായിരിക്കും ഒരു സേഫ് ബൈയിങ് സോൺ. ആൻഡ് പിന്നീട് നമുക്ക് റെയിൽ ടെല്ല് നോക്കിക്കഴിഞ്ഞാൽ റെയിൽ ടെല്ലിൽ അഗെയിൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 445 മുതൽ 450. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് മൊമെന്റ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. സോ സമയപരിധി മൂലം നമുക്ക് ഒരുപാട് പ്രേക്ഷകരുടെ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് അടുത്ത ഷോകളിലൊക്കെ. അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ മാർക്കറ്റ് പ്ലസ് എന്നും വാച്ച് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങളുടെ ക്വറീസ് ഇന്ന് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ മാർക്കറ്റ് പ്ലസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈവനിങ് 2:30 മാർക്കറ്റ് ഫിനാലിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.